വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. സ്കൂൾ ജീവിതത്തിൽ മലയാളം അധ്യാപകനിൽ നിന്നും ഒരുപാട് തവണ കേട്ട കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളാണ്. നിങ്ങളും കേട്ടിട്ടുണ്ടാവും. ഏതൊരു ഭാഷയ്ക്കും എന്ന പോലെ മലയാള ഭാഷയുടെയും വളർച്ചയ്ക്ക് എഴുത്തുകാരുടെയും അവരുടെ കൃതികളുടെയും പങ്ക് വളരെ വലുതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ആരാണ്? ഏറ്റവും പ്രിയപ്പെട്ട കൃതി ഏതാണ്? നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാ പുസ്തകങ്ങളും ഒരു കുടക്കീയിൽ വന്നാൽ എങ്ങനെയിരിക്കും? അതാണ് കോഴിക്കോട് ബീച്ചിൽ മനോരമയൊരുക്കിയ ഹോർത്തൂസിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ആർത്തിയോടുകൂടി തൻ്റെ പുസ്തകങ്ങളെ നോക്കിക്കാണുകയാണ്. എല്ലാവർക്കും എന്തൊക്കെയോ വായിക്കാനുണ്ട്. താൻ മറന്നുവെച്ച വായനയുടെ ഏതോ ഒരു കോണിൽ അവർ തിരയുകയാണ്. അവരുടേതായ ഭാഷയെ, അവരുടേതായ പ്രണയത്തെ, അവരുടേതായ എഴുത്തുകാരെ. നിങ്ങളുടെ പ്രിയപ്പെട്ട പുസ്തകങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടോ? അത് ഭാഷ ഏതുമാവട്ടെ, ഇംഗ്ലീഷോ ഹിന്ദിയോ അറബിയോ മലയാളമോ, ഭാഷ ഏതു തന്നെയാവട്ടെ, നിങ്ങളുടെ പ്രിയപ്പെട്ട പുസ്തകങ്ങൾ നിങ്ങൾ തേടി വായിക്കാറില്ലേ? അതിനൊരു അവസരമൊരുക്കിയ മനോരമയ്ക്ക് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. എല്ലാ പുസ്തകപ്രേമികളുടെയും പ്രിയപ്പെട്ട നഗരമായി കോഴിക്കോട് മാറുകയാണ്. സാഹിത്യ നഗരമെന്ന യുനെസ്കോ പട്ടികയിൽ ഇടം നേടിയ കോഴിക്കോട്, ബഷീറിൻ്റെയും MTയുടെയും എല്ലാം കോഴിക്കോട്, SK പൊറ്റക്കാടിൻ്റെയും NP മുഹമ്മദിൻ്റെയും P വത്സലയുടെയും കോഴിക്കോട്. അങ്ങനെ എത്രയെത്ര മഹാരാജന്മാരെ സൃഷ്ടിച്ച നാടാണ് നമ്മുടെ കോഴിക്കോട്. കോഴിക്കോട് മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് ഭക്ഷണം കൊണ്ട് മാത്രമല്ല. കലയ്ക്ക് വളക്കൂറുള്ള മണ്ണായിരുന്നു കോഴിക്കോട്. ഇപ്പോഴും അതെ. വരും, വരാതിരിക്കില്ല. കാത്തിരിപ്പിനോളം വലിയ പ്രാർത്ഥനയില്ല. MTയുടെ എഴുത്തുകളാണ്. മറ്റൊരിടത്ത് MT പറയുന്നത് ഇങ്ങനെയാണ്: മരണം പിറവി പോലെ തന്നെ ജീവിതത്തിലൊരു പ്രധാന ചടങ്ങാണ്, ആഘോഷമാണ്. മലയാളത്തിലെ പ്രിയപ്പെട്ട കൃതികളായ ഒരു സങ്കീർത്തനം പോലെ, നാലുകെട്ട്, എൻ്റെ കഥ, ഒരു ദേശത്തിൻ്റെ കഥ, മഴയിപ്പുഴയുടെ തീരങ്ങളിൽ, ബാല്യകാല സഖി, ഖസാക്കിൻ്റെ ഇതിഹാസം, ആടുജീവിതം, പാത്തുമ്മയുടെ ആട്, രണ്ടാമൂയം, ഒരു ശരാശരി മലയാളി ഇതെല്ലാം വായിച്ചിരിക്കും. ഇനി വായിക്കാത്തവർ നിർബന്ധമായും വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളിൽ പെട്ടതാണ് ഇവയൊക്കെ. MT വാസുദേവൻ നായർ, OV വിജയൻ, KR മീര, മലയാറ്റൂർ രാമകൃഷ്ണൻ, വൈക്കം മുഹമ്മദ് ബഷീർ, തകഴി, ബെന്യാമിൻ, സാറ ജോസഫ്, ആനന്ദ്, കമല സുരയ്യ, കുമാരനാശാൻ, ലളിതാംബിക അന്തർജനം, സന്തോഷ് ചേച്ചിക്കാനും, സുഭാഷ് ചന്ദ്രൻ തുടങ്ങി നിരവധി അനവധി നമ്മുടെ മുന്നിലൂടെ മിന്നിമറയുന്നത് കാണാം. എഴുത്തുകാരെ മാത്രമല്ല, അവർ എഴുതിക്കൂട്ടിയ പുസ്തകങ്ങളിലൂടെ നമ്മുടെ ഇടയിലുള്ള ഒരാളായി മാറിയ അവരുടെ കഥാപാത്രങ്ങൾ, അവരുടെ സങ്കടങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ, അവരുടെ പ്രണയങ്ങൾ, അവയുടെ തീരാവേദനകൾ, ഇവയെല്ലാം ഇപ്പോഴും നമുക്കിടയിൽ തന്നെയുണ്ട്. പുസ്തകപ്രേമികളായ ആളുകൾക്ക് ഇതുപോലുള്ള ഇടങ്ങൾ വലിയ പ്രയാസമുണ്ടാക്കുന്ന സ്ഥലങ്ങളാണ്. ഏതാണ് നമ്മൾ എടുത്തുകൊണ്ടു പോവുക? ഏതൊക്കെയാണ് നമുക്ക് വാങ്ങേണ്ടത്? ഇവയെല്ലാം എടുത്തു കൊണ്ടുപോയിരുന്നെങ്കിൽ. ഇങ്ങനെ നീളുന്നു പുസ്തകപ്രേമികളുടെ പ്രയാസങ്ങൾ, പരിഭവങ്ങൾ. ആരോട് പറയാൻ? ഇവയെല്ലാം ഒരിക്കലെങ്കിലും വായിച്ചു തീരണം എന്ന ഒറ്റ പ്രതിജ്ഞയെ അവർക്കുണ്ടാകൂ. ഇനി ഇത് കേൾക്കുന്ന നിന്നോടുള്ള ചോദ്യങ്ങളാണ്: നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം ഏതാണ്? നിങ്ങൾ ഏതൊക്കെയാണ് വായിച്ചു തീർന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതൊക്കെയാണ്? നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ജേണർ ഏതാണ്? നിങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരൻ ആരാണ്?
അവരുടെ എഴുത്തുകളെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്? എല്ലാ ജോണറുകളും ഇവിടെ ലഭ്യമാണ്. എൻ്റെ എഴുത്തുകൾ വായിച്ച് ഏറ്റവും കൂടുതൽ ചിരിച്ചത് ഞാനായിരിക്കും. കരഞ്ഞതും ഞാൻ തന്നെ ആയിരിക്കും. കാരണം അതൊക്കെ എൻ്റെ അനുഭവങ്ങളായിരുന്നു എന്ന് ബഷീർ എഴുതിയത് ഓർത്തു പോകുന്നു. ആദ്യകാല എഴുത്തുകാർക്ക് മാത്രമല്ല, പുതുതായി കടന്നു വന്ന എഴുത്തുകാർക്കും അനവധി ആരാധകരുണ്ട്. ആത്മകഥകൾ, ചരിത്രം, യാത്രാവിവരണം, കവിത, കഥ, ചെറുകഥ, നോവലുകൾ, അങ്ങനെ ഏതേതു വിഭാഗത്തിലും കൃത്യമായ പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. എല്ലാ പുസ്തകങ്ങളും വായിക്കണം, വാങ്ങണം എന്ന ഒരു ചിന്ത മനസ്സിലെവിടെയോ പൂവിട്ടു. എല്ലാത്തിനുമുള്ള കാശ് തികയില്ല, കുറച്ചെണ്ണമെങ്കിലും വാങ്ങണം. ഏതൊക്കെയാണെന്ന് ഇപ്പോഴും ഉറപ്പിക്കാനായിട്ടില്ല. അത്രയേറെ ഇഷ്ടമുള്ള പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. ആരുടെ പുസ്തകങ്ങളാണ് വാങ്ങുക? ഇതുവരെ വായിക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന, അല്ലെങ്കിൽ അന്യഭാഷയാണോ? അങ്ങനെ നീണ്ട നീണ്ട ചോദ്യങ്ങൾക്കൊടുവിൽ ഏതെങ്കിലും ഒന്ന് നിർബന്ധമായി വാങ്ങണം എന്ന ഒരു ചിന്തയിലേക്കെത്തി. അങ്ങനെ കുട്ടികൾക്കുള്ള 2 പുസ്തകങ്ങൾ കയ്യിലെടുത്തു. അത് വാങ്ങിക്കാമെന്ന് കരുതി. വരാനിരിക്കുന്ന നാളുകളിൽ കുറച്ച് ജന്മദിനങ്ങൾ കടന്നു വരുന്നുണ്ട്. അവർക്കൊക്കെ സമ്മാനം കൊടുക്കണ്ടേ? സമ്മാനം കൊടുക്കുന്നത് പലപ്പോഴും പുസ്തകങ്ങളാണ്. നിങ്ങൾ എന്തൊക്കെയാണ് കൊടുക്കാറ്? ബില്ലടയ്ക്കുന്നത് എവിടെയാണെന്ന ചോദ്യത്തിന് ഉത്തരമായി ആളുകൾ കൂടി നിൽക്കുന്ന ഒരിടത്തേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, അവിടെയാണ്. ഒരു കൂട്ടം ആളുകൾ തടിച്ചു കൂടി നിൽക്കുന്നു. ഇത്രയേറെ വായനക്കാരുണ്ട് എന്നറിഞ്ഞതിൽ വലിയ സന്തോഷമാണ്. എന്നിരുന്നാലും ഒരുപാട് നേരം നിൽക്കേണ്ടി വന്നില്ല. അവർ വേഗത്തിൽ തന്നെ അവരുടെ ജോലികൾ ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്നിറങ്ങാൻ പറ്റി. ഇനി മറ്റൊരിടത്തേക്കാണ്.